ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മാർക്കറ്റിങ്ങിന് പോകുന്ന 5ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കുറച്ച് പ്രൊഡക്ട്സും കൂടി നമ്മുടെ ബ്രാൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മസാല പൗഡേഴ്സാണ്. ഞാൻ എൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ മൊത്തം 10 പ്രൊഡക്ട്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ DM ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ വഴി സർവീസ് അവൈലബിൾ ആണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം അത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടാവുമെന്ന് അറിയണം. നമുക്കറിയാം, നമുക്കിപ്പം മസാല പൗഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിളും ആണ്. ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എത്രമാത്രം ജെനുവിൻ ആണെന്ന് നമുക്ക് അറിയുന്നില്ല അല്ലേ. അപ്പം ഞാൻ കൊടുക്കുന്ന പ്രൊഡക്ട്സ് ജെനുവിൻ ആണെന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ട്. അതേപോലെ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും മറ്റൊരു കാര്യം. സാധാരണ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറച്ച് പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യാതെ നല്ല പ്യുവറായിട്ട് ജെനുവിൻ ആയിട്ടുള്ള മസാലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റിങ്ങിന് പോകുന്ന 5ാമത്തെ ദിവസമാണ് കേട്ടോ. വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മളെ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് വീണ്ടും റീപർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7 കേട്ടോ. 7 പേര് നമ്മളെ നിന്ന് പിന്നും പ്രൊഡക്ട്സ് മേടിച്ചു. അവർക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അതേപോലെ 2-3 പേര് റെക്കമെൻഡും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മാർക്കറ്റിങ്ങിന് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പം അതൊരു മോട്ടിവേഷൻ തന്നെയാണ് പിന്നും തുടർന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിന്ന് മാർക്കറ്റിങ്ങിന് പോയ ദിവസം നല്ലതായിരുന്നു. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഡേ ആയിരുന്നു. അതുകൊണ്ടാണോ എന്തറിയില്ല, കയറിയ വീടുകളെല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു. അവർ എൻ്റെ പ്രൊഡക്ട്സ് 1/2 കിലോ 1 കിലോ ആ ഒരു ക്വാണ്ടിറ്റിയിലായിരുന്നു അവർ മേടിച്ചത്. എനിക്ക് ഇതുവരെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. 1/2 കിലോ 1 കിലോ അങ്ങനത്തെ ക്വാണ്ടിറ്റി മേടിച്ചു. അതേപോലെ തന്നെ അവർ കോൺടാക്ട് നമ്പർ ചോദിച്ചു മേടിച്ചു. ഇനിയും കോൺടാക്ട് ചെയ്ത് മേടിച്ചോളാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഈ ഹോട്ടൽസ്, കഫേസ് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൂടി നമ്മൾ കണ്ടിരുന്നു. അവരും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു ഓർഡറും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നല്ല പർച്ചേസ് ഓർഡറൊക്കെ കിട്ടി. അതേപോലെ നമ്മുടെ പ്രൊഡക്ട്സിനെ നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ള റിവ്യൂസ് കിട്ടി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫൈനൽ കസ്റ്റമർ. പുള്ളിക്കാരി എൻ്റെ നിന്ന് കുറേ പ്രൊഡക്റ്റ് മേടിച്ചു. ഒരു മോർ ദാൻ 600 റുപ്പീസിന് പുള്ളിക്കാരി മാത്രമായിട്ട് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ അടിപൊളി ദിവസമായിരുന്നു. ഇന്ന് എൻ്റെ പ്രൊഡക്ട്സ് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വിറ്റുപോയി. ഒത്തിരി ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 2 മണിക്ക് മുന്നേ തന്നെ വീട്ടിലെത്തി. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഈ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വെൽക്കം ടു അവർ ഫാമിലി. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.